നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയം. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു മത്സരം കൂടിയായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ദക്ഷിണേന്ത്യയിൽ അവരുടെ ചുവട് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അസമിൽ ഭരണം നിലനിർത്തുക എന്നുള്ളതും, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതും, കേരളത്തിലും തമിഴ്നാട്ടിലും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അതൊന്നും നടന്നില്ല. നോർത്ത് ഇന്ത്യയിൽ അവർ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടന്നു എന്നുണ്ടെങ്കിലും ദക്ഷിണേന്ത്യയിൽ കാര്യങ്ങളും നടന്നില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത DMK ദ്രാവിഡ മുന്നേറ്റ കഴകം BJPയിലോട്ട് പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമുക്കറിയാം BJP കൊണ്ടുവന്ന ഡീലിമിറ്റേഷൻ ബില്ല് ആദ്യം വന്നപ്പം കൃത്യമായിട്ട് അതിനെ എതിർക്കുക മാത്രമല്ല, ഉപ്പ് ശേഖരണം നടത്തി ഡൽഹിയിൽ വരെ പ്രതിഷേധം നടത്തുന്നു. മാത്രമല്ല, ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നും തൊട്ടപ്പുറത്ത് കിടക്കുന്ന കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെയും മുഖ്യമന്ത്രിമാർക്കും കത്തയക്കുന്നു, പ്രതിഷേധത്തിൽ പങ്കുചേരണം എന്ന് പറഞ്ഞു. അപ്പോൾ DMK ഇനീഷ്യേറ്റീവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ DMK മുന്നിട്ടിറങ്ങിക്കൊണ്ട് നടത്തിയ പ്രക്ഷോഭമായിരുന്നു BJPക്കെതിരെ ഡീലിമിറ്റേഷൻ ബിൽ. ഇപ്പം ഏറ്റവും പുതുതായി വരുന്നത് ഡീലിമിറ്റേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട് DMK പറയുന്നത് സൗത്ത് ഇന്ത്യയെ പരിഗണിക്കുന്ന രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കും എന്നുള്ള രീതിയിലാണ്. ആ ചർച്ചയ്ക്ക് BJP അല്ലെങ്കിൽ കേന്ദ്രം തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തെ അംഗീകരിക്കും എന്നുള്ള രീതിയിലോട്ട് DMK പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ ഏകദേശം 39 ലോക്സഭാ സീറ്റുകളാണ് DMKക്ക്. മൊത്തം ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസ് അടക്കം DMK അടക്കം ലീഗ് അടക്കം CPM അടക്കം CPI അടക്കമുള്ള പാർട്ടികൾക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് 39 സീറ്റുകളിൽ 39ഉം ഇന്ത്യ മുന്നണിക്കാണ് കിട്ടിയത്. കേരളത്തിൽ 20 സീറ്റിൽ ഒന്ന് BJPക്കും ഒന്ന് CPMനും ബാക്കിയുള്ളത് കോൺഗ്രസിനും ലീഗിനുമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിലാണ് സമവാക്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ 39ൽ നിന്നും ഒരു 10 കുറച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഏകദേശം ഒരു 25 അല്ലെങ്കിൽ 30ഓളം MPമാരുടെ ലോക്സഭാ MPമാരുടെ സപ്പോർട്ട് DMKക്കാട് ഒറ്റയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട BJPയിലോട്ട് DMK ചായ്വ് വരുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇപ്പം എനിക്കിത് കണ്ടപ്പം പ്രത്യക്ഷത്തിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ DMKയും NDAയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം കണ്ടപ്പോൾ അതും ഇതും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം പണ്ട് അവർ BJPയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്തും അത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഉണ്ടായാൽ അതിനെ അത്ഭുതപ്പെടേണ്ടില്ല അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും കാലം രാഹുൽ ഗാന്ധിയെ മൈ യങ് ബ്രദർ എന്നുള്ളതും രാഹുൽ ഗാന്ധി MK സ്റ്റാലിനെ മൈ ബിഗ് ബ്രദർ എന്നുള്ളതൊക്കെ വിളിച്ചത് വെറും പേര് മാത്രമായിരുന്നോ അല്ലെങ്കിൽ നാടകം മാത്രമായിരുന്നോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. ധാർമ്മികപരമായി ആലോചിക്കുമ്പോൾ അത് DMKയുടെ ഭാഗത്തും ഒരുപാട് ശരിതെറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ DMK തോൽക്കുന്നു. ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈ പറഞ്ഞ പോലെ TVK എന്ന് പറയുന്ന വിജയുടെ പാർട്ടി വിജയിച്ച് വരുന്നു. 108ഓളം സീറ്റുമായിട്ട് TVK രംഗത്ത് വരുന്നു. കേവല ഭൂരിപക്ഷം തികയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ആൾക്കാരെല്ലാം സപ്പോർട്ടോട് കൂടി ഭരിക്കാൻ പറ്റും എന്നൊരു ഉറപ്പ് വിജയിക്കുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ്, ആരും വിചാരിക്കാണ്ടാണ് പെട്ടെന്ന് കോൺഗ്രസ് രാത്രിക്ക് രാത്രി മുന്നണി മാറുന്നു, TVKക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് പിന്നീട് CPMും CPIയും ലീഗ് അടക്കമുള്ള പല പാർട്ടികളും പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇത്രയും കാലം DMK വിചാരിച്ചിട്ടുണ്ടായിരുന്നത് തങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസ് കൂടെ ഉണ്ടാകും, കോൺഗ്രസിൻ്റെ കൂടെ തങ്ങളും കട്ടക്ക് ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ DMK അല്ലെങ്കിൽ MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും എല്ലാം വിചാരിച്ചിരുന്നത്. പക്ഷെ അതുകൊണ്ടാണ് പലപ്പോഴും സനാതനധർമ്മത്തെ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് DMKയും DMKയുടെ ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിനും അതുപോലെ തന്നെ സ്റ്റാലിനും പല DMK നേതാക്കന്മാരും. അപ്പോൾ ഇത്തരത്തിൽ സനാതനധർമ്മത്തെയും BJPയുടെ ഐഡിയോളജിയെയും നഖശിഖാന്തരം എതിർത്ത ഒരു പാർട്ടി പെട്ടെന്ന് കൂറുമാറുന്നു. BJPയുമായിട്ട് ഇത്രയും കാലം വിമർശിച്ചവരുമായിട്ട് തന്നെ ചങ്ങാത്തം രൂപീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് DMKയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. കാരണം ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഒരു രാത്രിക്ക് രാത്രി തോറ്റു എന്ന് കണ്ടപ്പോൾ തങ്ങൾ കൈവിട്ടു എന്നുള്ളതും അവരവരെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് നോക്കിയത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്കും തങ്ങളുടെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം നോക്കിയാൽ മതി, കോൺഗ്രസിനോട് ഇനിയുള്ള കൂറ് വേണ്ട എന്നുള്ളതും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് കനിമൊഴി ലോക്സഭയിൽ കത്തെഴുതുകയും ലോക്സഭാ സ്പീക്കറിനോട് തങ്ങൾക്ക് പ്രത്യേക സീറ്റ് മാറ്റി തരണം എന്നുള്ളതും ഞങ്ങൾ ഇനി മുതൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്നുള്ളതും പറഞ്ഞിരുന്നു. അന്ന് മുതലേ കൃത്യമായിരുന്നു ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ ശക്തരായ പാർട്ടികളിൽ 3-4 പാർട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നാണ് DMK എന്നുള്ള വിഷയത്തിൽ ആർക്കും സംശയമില്ല. കൃത്യമായിട്ട് ഇന്ത്യ മുന്നണിയുടെ എല്ലാ അജണ്ടകളിലും കൂടെ നിന്ന പാർട്ടി കൂടിയാണ് DMK. ആ DMKനെയാണ് രാത്രിക്ക് രാത്രി പറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് TVKയുമായി ബന്ധം പുലർത്തിയത്.
ഇത് മുമ്പേ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും, കാരണം MLA-മാർ കോൺഗ്രസ്സിന് പല സീറ്റുകളും കൊടുക്കുമായിരുന്നു എന്നുണ്ടെങ്കിലും മന്ത്രിസ്ഥാനങ്ങളൊന്നും കോൺഗ്രസ്സിന് DMK എക്കാലത്തും കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ മന്ത്രി പദവികൾ മൊത്തം DMK തന്നെയായിരുന്നു കയ്യാളിയിരുന്നത്. അപ്പം ഇത്തരത്തിൽ പല കോൺഗ്രസ്സുകാർക്കും അതിശക്തമായ അല്ലെങ്കിൽ വിമർശനം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പല ആൾക്കാരും പ്രത്യക്ഷമായിട്ടും പല ആൾക്കാരും പരോക്ഷമായിട്ടും ഇത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു നിയമസഭാ ഇലക്ഷനിലും തങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം എന്നുള്ള രീതിയിൽ പല കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞിരുന്നു. പക്ഷേ മന്ത്രിസ്ഥാനം പോയിങ്ങാണ്ട് ഭരണം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇനി അപ്പുറത്താണെങ്കിൽ വിജയ് വലിയ ഓഫറും കൊടുത്തു, തങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് പിൻബലം തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം വരെ കൊടുക്കാം എന്നുള്ള രീതിയിലോട്ട് TVK രംഗത്ത് വരുന്നു. സ്വാഭാവികമായിട്ടും ശർക്കര കുടത്തിൽ കൈയിടാത്തവരാരുണ്ട്, കൈയിട്ട് കഴിഞ്ഞാൽ തന്നെ നക്കും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പവർ കിട്ടുമെന്ന് കഴിയുമ്പോൾ അവരങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, കോൺഗ്രസ് അങ്ങോട്ട് ചാടുന്നു. അത് വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ലോക്സഭയിൽ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിക്കെതിരായിട്ടുള്ള പല നീക്കങ്ങളും ഇനി ഉണ്ടാകും എന്നുള്ളതും BJPക്ക് അതിന് സപ്പോർട്ടായിക്കൊണ്ട് DMK ദ്രാവിഡ മുന്നേറ്റ കഴകം നിലനിൽക്കുന്നുള്ളതും എക്കാലത്തും ദ്രവീഡിയൻ പാർട്ടിയും അതുപോലെ തന്നെ ഹിന്ദി പാർട്ടി അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൻ്റെ പാർട്ടി എന്നറിയപ്പെടുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് ഒരു പരിധിവരെ തെക്കേ ഇന്ത്യയിൽ BJPക്ക് വലിയ തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയാത്തത്. BJPയുടെ ഏറ്റവും വലിയ പോരായ്മ എന്നറിയപ്പെടുന്നത് അവരൊരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് പാർട്ടി എന്നുള്ളതാണ്. അതാണ് ഒരു പരിധിവരെ ആം ആദ്മി പാർട്ടിക്കും കേരളത്തിൽ വലിയ തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ പറ്റാത്തത്. കേരളത്തിൽ മാത്രമല്ല, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും, തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ പോലെ BJPയോ അല്ലെങ്കിൽ ആം ആദ്മിയോ ഒന്നും വലിയ തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നില്ല. കേരളത്തിലും വലിയ തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നില്ല. കർണാടകയിലോ ആന്ധ്രയിലോ ഇതൊക്കെ ഇവിടെ തന്നെയാണ് അവസ്ഥ. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു കർണാടകയിൽ കുറച്ചൊക്കെ BJPക്ക് സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് തെലങ്കാനയിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ കേരളത്തിലോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തമിഴ് ലേബൽ പാർട്ടി എന്നുള്ളതിന് എന്നും ദ്രവീഡിയൻ പാർട്ടി വെച്ചുകൊണ്ട് ദ്രവീഡിയൻ ഐഡിയോളജി വെച്ചുകൊണ്ട് നഖശിഖാന്തരം എതിർത്ത പാർട്ടിയാണ് DMK. ആ DMK ഇപ്പോൾ BJP അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റ് പാർട്ടിയുമായ BJPയുമായിട്ടുള്ള ചങ്ങാത്തത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതും രാഹുൽ ഗാന്ധിയെ ഇനി മുതൽ മിത്രമായിട്ടല്ല ശത്രുവായിട്ടാണ് കാണുക എന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ഡീലിമിറ്റേഷൻ ബിൽ വീണ്ടും BJP ലോക്സഭയിൽ കൊണ്ടുവരും. അത് പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ BJP അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. DMKൻ്റെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. മറുവശത്ത് NCPയെ പിളർത്തി കഴിഞ്ഞു. NCP ശരത് പവാറിനെയും അതുപോലെ തന്നെ അജിത് പവാറിനെയും മാത്രമല്ല ഏക്നാഥ് ഷിൻഡെയും പിന്നെ ശിവസേനയെയും അതുപോലെ തന്നെ TMC തൃണമൂൽ കോൺഗ്രസിനെയും എല്ലായിടത്തും ചെയ്യേണ്ടതുപോലെ BJP ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇന്ത്യ മുന്നണിക്ക് വലിയ തരത്തിലുള്ള ശക്തി ഉണ്ടാവില്ല എന്നുള്ളത് തങ്ങൾ കൊണ്ടുവന്നാൽ ആ നിയമം പുഷ്പം പോലെ പാസ്സാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസും BJPക്ക് ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ DMKയുടെ പോക്ക് പരസ്യമായിട്ട് DMK പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ DMKയുടെ ചായ്വ് എങ്ങോട്ടാണ് എന്നുള്ളത് രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്തായിരിക്കും DMKയുടെ ഇനിയുള്ള തീരുമാനം എന്നുള്ളതും. ഇത്രയും കാലം എതിർത്ത BJPയിലോട്ട് പോകുമ്പോൾ DMK എന്ത് നിലപാടാണ് ഇനി പറയുക എന്നുള്ളതും, തമിഴ് രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ BJP നോർത്ത് ഇന്ത്യൻ പാർട്ടിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും, മാത്രമല്ല അണ്ണാമല വരെ ലാസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയത് ഇത്തരത്തിൽ അണ്ണാമല പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ ബന്ധപ്പെട്ടാണ്. എന്തായാലും നോർത്ത് ഇന്ത്യൻ പാർട്ടിയായ BJPക്ക് തെക്കേ ഇന്ത്യയിലെ പാർട്ടിയായ തമിഴ്നാട്ടിലെ പാർട്ടിയായ DMKയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ തമിഴ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.